ആരാണ് ഇനി വല്ല MGR പോലത്തെ വല്ല ആണോന്ന് അറിയില്ല. അപ്പൊ അത്രയ്ക്കുള്ള ബോധമേ ഉള്ളായിരുന്നു. അനുമോളം ഞാനല്ല. അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ടൈം പാസ് തിരിച്ചു പോവാണ്. അതെ അതെ എന്തുണ്ട് ഇപ്പൊ? അടിപൊളി എന്തുണ്ടാകാനാ. മൊത്തം ഇന്റർനാഷണൽ ട്രിപ്പിലാണ്. അതെ അതെ അതിന് ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ് ഒക്കെ വരുന്നത് എനിക്ക് വിഷയമൊന്നുമില്ല. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങള് പുറത്ത് നിൽക്കുമ്പോഴും ചേച്ചിയെ ഒരുപാട് ആളുകൾ കാണുന്നു, സംസാരിക്കുന്നു. അതിപ്പോഴും നല്ലല്ലോണം. നേരത്തെ എങ്ങനെയാണ് അപ്പം ബിഗ് ബോസും കൂടെ ഫെയിം ആയിരുന്നു. ഭയങ്കരമായിട്ട് നെഗറ്റീവ് കുറഞ്ഞ പോലെ ചേച്ചിക്ക് ഫീൽ ചെയ്യും. എടാ എനിക്ക് നെഗറ്റീവ് കുറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് ഒരേ ഫീൽ ഉള്ളൂ. പിന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് സ്നേഹിക്കും. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞു പിടിക്കും. ഞാൻ മടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോകും. ഈ PR കുറിച്ച് ചേച്ചിക്ക് അത് തോന്നുന്നത്? എനിക്ക് അറിയില്ലടാ. ഞാൻ PR വർക്ക് ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് അതിനുള്ള പൈസ അന്നില്ല. ഇന്ന് ചിലപ്പോൾ കാണുമായിരിക്കാം. ഓക്കെ ചേച്ചിനോട് അനുമോള് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ 16? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. എന്തിനാടാ ഞാൻ അങ്ങനെ PR എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നൊരു പ്രഡിഷൻ ലിസ്റ്റ് വരുമ്പോൾ ഓരോരുത്തർ വിളിക്കുമല്ലോ. ചേച്ചി PR അതെന്തോ ആരാണ് ഇനി വല്ല MGR പോലത്തെ വല്ല ആണോന്ന് അറിയില്ല. അപ്പൊ അത്രയ്ക്കുള്ള ബോധമേ ഉള്ളായിരുന്നു. എനിക്കറിയില്ല കേട്ടോ. സത്യം കേട്ടോ. നമ്മൾ മനസ്സിൽ കള്ളമില്ലാത്തത് നമ്മൾ പറയാം. അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടാവും. ഒരു 16 ലക്ഷമൊക്കെ കൊടുത്ത് അനുമോള് PR? എനിക്കറിയില്ലടാ. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവളുടെ അക്കൗണ്ടിലെ ബാലൻസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു പുതിയ ലവ് ട്രാക്കാണ് ബിഗ് ബോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ അനുമോൾ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ. അനീഷോ അനുമോളോ ഞാനല്ല. അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ടൈം പാസ് ആണോ സീരിയസ് ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അറിയത്തില്ല. നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. പൊതുവേ ഞാൻ പറഞ്ഞ എന്റെ കാര്യമാണല്ലോ എനിക്കറിയത്തില്ല. കാരണം ഒരാളുടെ മനസ്സിൽ കയറി കളിക്കാമെന്ന് നമുക്കറിയില്ല. നമുക്ക് അതിനുള്ള ഇതില്ല. അറിയില്ലടാ. ചേച്ചിയായിട്ട് പുറത്തു പോയതിൽ ആളുകൾ ഒരു വിഷമം പറഞ്ഞിരുന്നോ? ഞാൻ പുറത്തു പോയതിന് ഇപ്പൊ ചേച്ചി പുറത്തു പോയത് ഇത്ര പെട്ടെന്ന് പോവേണ്ടിയിരുന്നില്ല അതെല്ലാരും പറയായിരുന്നു. എല്ലാരും പറയാറുണ്ടടാ. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. എല്ലാരും പറയുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ ടോപ്പ് 5 വരെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്നിരുന്നെങ്കിൽ ഇല്ല. കാരണം ഞാനല്ല നിൽക്കേണ്ടത്. പറയുന്ന ആരും അല്ലോടാ നിൽക്കുന്നത്. മാനസികാവസ്ഥ ശരിയല്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലേ. നമ്മുടെ മനസ്സിൽ എന്താണ് അതാണ് നമ്മളെ നിലനിർത്തുന്ന ഘടകം അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും. നമ്മുടെ മൈൻഡ് അവിടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ അവിടെ തോന്നി ഇത്തവണ വോക്കൗട്ടായിട്ട് വന്നിട്ട്. ചേച്ചി ടോപ്പ് 3 എത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. 100 അല്ലെങ്കിൽ അപ്പുറം. ഈ ഷാനവാസം നമുക്കറിയില്ല. ഷാനവാസം അറിയില്ലടാ. നമുക്കൊന്നും അറിയില്ല. നമ്മൾ ചെല്ലുവല്ലേ. നമ്മൾ നിങ്ങളെ പോലെ തന്നെയുള്ള പ്രേക്ഷകരല്ലേ. നമ്മൾ ഗെയിമർ അല്ലല്ലോ. പ്രേക്ഷകരാണ്. പ്രേക്ഷകരെന്ന നിലയിൽ നമ്മൾ കാണാൻ പോവാണ്. ആർക്ക് കിട്ടിയാലും സന്തോഷം. എന്ത് തോന്നുന്നു ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകുമ്പോ? അടിപൊളിയല്ലേ? ഇപ്പൊ എങ്ങനെയായിരിക്കും ആരായിരിക്കും ടോപ്പ് 3-ലേക്കൊക്കെ വരാന്ന് തോന്നുന്നത്? ഞാനും വേണം ആര്യനും. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പോകുമ്പോ ഇപ്പൊ ദിവസങ്ങൾക്ക് ശേഷം പോവാണ്, തിരിച്ചു പോവാണ്. അപ്പൊ ഗെയിമൊക്കെ കണ്ട് അങ്ങനെയാണോ പോകുന്നത്? എനിക്ക് സോറി ആര്യൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണം. ഞാൻ മറന്നുപോയി. ഞാനും ദുബായ് കേട്ടോ. അപ്പൊ ശരിക്കും രണ്ടുപേരും ഒന്നുകൂടി പോയി ഗെയിം പ്ലാനൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? ജസ്റ്റ് ബി ചിൽ. ബോയ്സ് ചിൽ. നമ്മൾ ചില്ല് മാത്രമേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും പിടിക്കണം. അവിടെ നമുക്ക് തെളിയിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് അടിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ അവരെ ഹാപ്പി ആക്കും. പോകുമ്പോ ആരെ കാണാനാണ് എക്സൈറ്റഡ് ആയിട്ടുള്ളത്? എല്ലാരും. ഒരാളെ പറ്റി നമ്മൾ എത്ര ദിവസം അതിനകത്ത് കയറിയിട്ട് മിസ് ചെയ്യുന്നു. പുറത്ത് വന്ന് പറഞ്ഞടി നമ്മളെ വിളിക്കുന്നത് ബാങ്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ. അവിടെ പോകുമ്പോ ഒന്നും കേൾക്കണല്ലോ കുറച്ച്. ബൈ. മണിപ്പുര കാരണം ഇതൊന്നും ആരും കാണാനുള്ളതാ. മണിപ്പുര കാരണം പുതിയൊരു ഇപ്പൊ നടക്കുന്നത് ലവ് ട്രാക്ക് അനീഷയുടെ അനുമോളുടെ ഒരു ലവ് ട്രാക്ക്. അവിടെ ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. അതൊക്കെ ഗെയിമല്ലേ, ആർക്കറിയാം. രണ്ടുപേരും സൂപ്പർ കിടിലൻ ഗെയിമേഴ്സ് ആണല്ലോ. അപ്പൊ അതൊരു ഗെയിം പ്ലാൻ ആണെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല. പോയി ഉള്ളിൽ പോയി നോക്കിട്ട് പറയാം. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? രണ്ടുപേരും അടുത്തടുത്താണോ?